ചങ്ങായിസേ എന്തൊക്കെയാ സുഖമല്ല എല്ലാവർക്കും. പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നമ്മൾ വാട്സപ്പിൽ വരുന്ന വോയിസ് മെസ്സേജ്, അതായത് നമ്മളിങ്ങനെ മൈക്ക് നോക്കിയിട്ട് പറയുന്ന വോയിസ് മെസ്സേജ് ഇല്ലേ, അത് നമ്മളെ ഫോണിൽ എങ്ങനെ സേവ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. അതൊരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മളെ ഫയൽ മാനേജറിൽ നിന്ന് എടുത്തിട്ട് സേവ് ചെയ്യുന്നതാണ്. പക്ഷെ അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ഫോൾഡറിലാണ് അത് വരുന്നത്, മ്യൂസിക് പ്ലെയറിലേക്ക് വരുന്നില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് ഡയറക്റ്റ് മ്യൂസിക് പ്ലെയറിലേക്ക് നമ്മളെ വോയിസ് മെസ്സേജ് സേവ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. കുറേ ആൾക്കാർ ഇത് ചോദിച്ചുകൊണ്ടാട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ വലിയൊരു പണിയൊന്നുമില്ല, വേഗം കഴിയുന്നൊരു പരിപാടിയാണ് ഇത്. എക്സ്ട്രാ ഒരു ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട, നമ്മളെ ഫോണിൽ നിന്ന് തന്നെയുള്ളൊരു ചെറിയ ടെക്നിക്ക് കൂടെ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ചാനലിൻ്റെ താഴെ ചുവന്ന എഴുത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് എന്നുള്ള എഴുത്തിൻ്റെ ഒന്നങ്ങ് ഞെക്കിയേക്ക് കേട്ടോ. അതിൻ്റെ ഒപ്പം ഒരു ബെല്ലുണ്ട്, അതും കൂടി ഞെക്കിയേക്ക്. വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഈ വോയിസ് മെസ്സേജ് എനിക്ക് സേവ് ചെയ്യാം. ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കുന്നത്, ഇതൊന്ന് കേട്ടു നോക്കുക നമ്മൾ. ആഹാ, എൻ്റെ കുഞ്ഞുമോള് വാപ്പച്ചിയെ പാട്ട് പാടിത്തരണോ എന്ന് ചോദിക്കുക. അത് ഞാൻ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്യുക. മേലെ കുറേ ഓപ്ഷൻസ് ഇല്ലേ, അതിൽ ഈ രണ്ട് കൊക്കേൻ്റെ ചിഹ്നത്തിൽ അത് ഷെയറിൻ്റെ അതിൽ ഞെക്കുക. ആ ഷെയറിൻ്റെ ചിഹ്നത്തിൽ ഞെക്കിയിട്ട് താഴേക്ക് പോവുക. താഴേക്ക് പോയാൽ സേവ് ടു ഡ്രൈവ് എന്നൊരു ഓപ്ഷൻ കാണും, അത് ഞെക്കിയാൽ ഇവിടെ നമ്മളെ ആ ഫയലിൻ്റെ പേര് ഓഡിയോ ഫ്രം മുത്തൂസ്, നമ്മളെ ജിമെയിൽ ID താഴെ നമുക്ക് ഏത് ഫോൾഡറിലാണോ സേവ് ആകുന്നത് ആ ഫോൾഡറിൻ്റെ പേരും. ഈ ഫോൾഡർ വേണമെങ്കിൽ ഓഡിയോ എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് മാറ്റാം. അതിന് ശേഷം ഏറ്റവും താഴെ നീല സേവില്ലേ, ആ സേവ് കൊടുക്കുക. അതാണ് സേവായി. ഇപ്പോൾ ഡ്രൈവിൽ അത് സേവായി. ഇനി നമ്മളത് ബാക്ക് പോവുക. ഞാൻ ബാക്ക് പോയി. ഇനി ആ ഡ്രൈവ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. നമുക്ക് അവിടെ ഉണ്ടോ നോക്കണ്ടേ. ഡ്രൈവ് ഓപ്പൺ ചെയ്താൽ ഇപ്പോൾ ഓഡിയോ ഫ്രം മുത്തൂസ് എന്നുള്ള അത് ഇതാ ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഒന്ന് കേട്ടു നോക്കാം. ആഹാ, എന്ത് സൗണ്ടാ, അവിടെ വന്നില്ലേ. ഇനി ഇത് നമുക്ക് സേവ് ആക്കണ്ടേ, നമ്മളെ മ്യൂസിക് പ്ലെയറിൽ ഇരുത്തണ്ടേ. അതിന് ഓഡിയോ എന്നുള്ള ഇത് ഓപ്പൺ ചെയ്താൽ ഇവിടെ ഇതിൻ്റെ പേരിൻ്റെ നേരെ 3 കുത്തില്ലേ, ആ കുത്തിൽ ചെറിയൊരു കുത്ത് കൊടുത്താൽ കുറേ ഓപ്ഷൻസ് വരും. അതിൻ്റെ ഇവിടെ താഴെ ഡൗൺലോഡ് എന്ന് പറയുന്നൊരു ഇത് കാണുന്നുണ്ടോ, ഒരു ഏരോ മാർക്ക് താഴോട്ടുള്ള ഡൗൺലോഡ്, ആ ഡൗൺലോഡിലൊന്ന് ഞെക്കിയേക്കുക. എന്താ താഴെ എഴുതി വന്നിക്കാം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിന്ന്. ഇനി നമുക്ക് ഡ്രൈവ് വേണ്ട, അത് ക്ലോസ് ചെയ്ത് ഇനി മ്യൂസിക് പ്ലെയറിലൊന്ന് പോയി വെക്കാം. നമ്മൾ മ്യൂസിക് പ്ലെയർ ഓപ്പൺ ചെയ്ത് ഇവിടെ ലോക്കൽ സോങ്സ് എന്നുള്ളിടത്തിൽ സെലക്ട് ചെയ്ത് താഴെ ഓഡിയോ ഫ്രം മുത്തൂസ് എന്നുള്ളത് ഇവിടെ വന്നിക്കുക. അതൊന്ന് കേട്ടു നോക്കുക. അയവാ. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മുടെ വാട്സാപ്പിൽ വരുന്ന ഓഡിയോ ക്ലിപ്പുകൾ മ്യൂസിക് ഫോൾഡറിലേക്ക് സേവ് ചെയ്യുക. നല്ലൊരു ഓപ്ഷൻ ഇതാണ്, മറ്റു ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലാണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക് കേട്ടോ. പാവം, ലൈക്കിന് ചിലവൊന്നുമില്ല കേട്ടോ. പിന്നെ കമൻറ്റ് ഇടാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്ന് നേരെ ലേറ്റാണ്, ചെറിയ വീഡിയോ ആക്കി. നമുക്ക് നാളെ നേരെ ഉണ്ടാവും. അപ്പോൾ നാളെ നല്ല വീഡിയോ ചെയ്യാം. ഓക്കെ, നിങ്ങളെ സ്വന്തം മുത്തൂസ് മേപ്പിയർ. താങ്ക് യു സോ മച്ച്.